നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 31 ചൊവ്വാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽ ഭാഗം. കുടുംബജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം. ഇത് മാനസികമായ അസ്വസ്ഥതകൾക്കും ഉറക്കമില്ലായ്മയ്ക്കും കാരണമായേക്കാം. ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യകരമായ ഭക്ഷണ രീതി പിന്തുടരുന്നത് ഉന്മേഷം നൽകും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. പങ്കാളിയുമായും മക്കളുമായും സംസാരിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. അനാവശ്യമായ തർക്കങ്ങൾ അപമാനത്തിലേക്കോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്കോ നയിച്ചേക്കാം. തലവേദന പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ വിശ്രമം ഉറപ്പാക്കുക. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. തൊഴിൽ മേഖലയിൽ മികച്ച പുരോഗതിയും ഉയർന്ന പദവികളും തേടിയെത്തുന്ന ദിവസമാണിത്. ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ശാരീരിക സുഖവും ആഗ്രഹിച്ച കാര്യങ്ങളിൽ വിജയവും ഈ രാശിക്കാർക്കെന്ന് പ്രതീക്ഷിക്കാം. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കുടുംബത്തിൽ പ്രിയപ്പെട്ടവരുമായി കലഹങ്ങൾ ഉണ്ടാകാതെ നോക്കണം. മാനസിക പിരിമുറുക്കം വർദ്ധിക്കാനും ഉറക്കക്കുറവ് അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് ഒഴിവാക്കുന്നത് വഴി അപമാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. ചിങ്ങം രാശി മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. അപ്രതീക്ഷിതമായ ഭാഗ്യ അനുഭവങ്ങൾ നിറഞ്ഞ ദിവസമാണിത്. വിവിധ മേഖലകളിൽ നിന്ന് അംഗീകാരങ്ങളും സമ്മാനങ്ങളും തേടിയെത്തും. മക്കളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കാനും സമൂഹത്തിൽ പ്രശസ്തിയും ഉന്നത സ്ഥാനങ്ങളും നേടിയെടുക്കാനും സാധിക്കും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന ദിവസമായിരിക്കും. സാമ്പത്തിക പ്രയാസങ്ങളും തൊഴിലിൽ തിരിച്ചടികളും ഉണ്ടായേക്കാം. ശത്രുദോഷങ്ങൾ അകറ്റാൻ ഈശ്വര പ്രാർത്ഥന നടത്തുക. നിയമപരമായ കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഭാഗ്യ പരീക്ഷണങ്ങളിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നത് മനസ്സിന് വലിയ സന്തോഷം നൽകും. തൊഴിലിൽ സ്ഥാനക്കയറ്റവും വിജയവും ലഭിക്കാനും സമാധാനപരമായ ഉറക്കം കൈവരാനും ഈ ദിവസം സഹായിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും വർദ്ധിക്കും. ആരോഗ്യപരമായ ഉണർവ് അനുഭവപ്പെടും. കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാനും സാമ്പത്തികമായ മുന്നേറ്റം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ശത്രുദോഷങ്ങൾ അകന്നു പോകുന്ന ശുഭദിനം. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ജാഗ്രത ആവശ്യമാണ്. സർക്കാർ തലത്തിലുള്ള ബാധ്യതകൾ കൃത്യമായി കൈകാര്യം ചെയ്യുക. ഉദര സംബന്ധമായ ആരോഗ്യ പ്രശ്നമുള്ളവർ ഭക്ഷണക്രമത്തിൽ പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. പ്രതിസന്ധികളെ കരുതലോടെ നേരിടേണ്ട ദിവസമാണിത്. നിയമപരമായ തർക്കങ്ങളിൽ തിരിച്ചടികൾക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. അടുത്ത ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ സംയമനം പാലിക്കാൻ ശ്രദ്ധിക്കുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. നിയമപരമായ കാര്യങ്ങളിൽ വിജയം ഉറപ്പാക്കാൻ സാധിക്കും. ആരോഗ്യനില മെച്ചപ്പെടുകയും സാമ്പത്തിക ലാഭം ഉണ്ടാവുകയും ചെയ്യും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും ഈ രാശിക്കാർക്കെന്ന് പ്രതീക്ഷിക്കാം. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. പ്രണയബന്ധങ്ങളിൽ നല്ല പുരോഗതിയും സന്തോഷവും കൈവരുന്ന ദിവസമാണിത്. വിദ്യാഭ്യാസ രംഗത്ത് മികച്ച മുന്നേറ്റം ഉണ്ടാകും. ഉന്നത പഠനത്തിനായി വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തെളിയുന്ന അനുകൂലമായ ദിവസമാണിത്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.